സംഗീതം ആത്മാവിന്റെ ഭാഷയാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ ചില രാഗങ്ങൾ കേൾവിക്കാരുടെ മനസ്സിൽ ഭീതി ഉണർത്തുന്നു. അത്തരം ഒരു രാഗമാണ് ആഹിരി. പലപ്പോഴും മരണവും വിപത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രാഗമാണ് ആഹിരി രാഗം. ഈ രാഗത്തിൽ ചുരുക്കം ചില പാട്ടുകൾ മാത്രമാണ്. അതിലൊന്ന് നിർമാല്യം എന്ന സിനിമയിലെ പനിമതി മുഖി ബാല എന്ന ഗാനം. അതിനുശേഷമാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ 2 പാട്ടുകൾ. ഒന്ന് പഴം തമിഴ് പാട്ടുകയും 2 ഒരു മുറൈ ബന്ധു പാറായ എന്ന ഗാനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുമാണ്. അതിനുശേഷമാണ് രതിനിർവേദം എന്ന സിനിമയിൽ ചെമ്പകപ്പും കാട്ടിലെ എന്ന ഗാനം ചേർന്നത്. അങ്ങനെ ആകെ 4 പാട്ടാണ് ഈ രാഗത്തിലുള്ളത്. മണിച്ചിത്രത്താഴിന്റെ നാഗവല്ലിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഗം. എന്തുകൊണ്ടായിരിക്കും നാഗവല്ലി ഈ രാഗം പ്രിയപ്പെട്ടതായത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതൊരു ഭീതി ഉണർത്തുന്ന രാഗമാണ്. അതുകൊണ്ടായിരിക്കും നാഗവല്ലിക്ക് ഇത്രയും പ്രിയമായത്. ഇതിനു പുറമെ വിലക്കപ്പെട്ട രാഗമെന്നും ആളെ കൊല്ലി രാഗമെന്നും ഈ രാഗത്തിനെ പറയാറുണ്ട്. സമയം തെറ്റി പാടിക്കഴിഞ്ഞാൽ ആ പാടുന്ന ആളുടെ അത്താഴം മുടങ്ങുമെന്നാണ് പറയുന്നത്. പഴമൊഴിയാണ്. നമുക്ക് എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നറിയില്ല. എന്നാലും പലരും ഇന്ന് ആ രാഗത്തിലുള്ള പാട്ടുകൾ പാടാൻ ഭയക്കുന്നു. ആ വിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? ശരിക്കും ആ രാഗത്തിൽ പാട്ട് പാടിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ആ രാഗത്തിനാണോ പ്രശ്നം? അതോ പാടുന്ന ആൾക്കാർക്കാണോ പ്രശ്നം?